ആക്ഷൻ എടുക്കുന്നതും നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ കാര്യം പോയി ചെയ്യുക, എന്നാൽ മാത്രമേ ആ പേടി മാറുള്ളൂ. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആദ്യം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈൻഡ് പവർ മമ്മ യൂട്യൂബ് ചാനൽ. ഞാൻ ജാനിഫ നൂഫൽ, ADN ടോക്സിലെ ഒരു ഇൻ്റർനാഷണൽ മൈൻഡ് കോച്ചാണ്. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ടേക്കിംഗ് ആക്ഷൻ. ആക്ഷൻ എടുക്കുന്നതും നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് ഐഡിയാസും ബിസിനസ് പ്ലാൻസും ഒക്കെ ഉണ്ട്, പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയത്തില്ല. ഈ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങൾ? അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ആക്ഷൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ഡൗട്ട്, കോൺഫിഡൻസ് ഇല്ലായ്മ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഒരുപാട് എക്സ്ക്യൂസസ്, അതായത് ആക്ഷൻ എടുക്കുന്നതിനെതിരായിട്ട് ഒരുപാട് ചിന്തകളാണ് മനസ്സ് തരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ തീരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കഴിവുണ്ടാകത്തില്ല, ഒരുപാട് കുറവുകളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ കണ്ണ് പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, അത് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ പോയി ഒരാളെ ഏൽപ്പിക്കത്തില്ലല്ലോ. ഒരാളെ നോക്കി പഠിച്ച് അദ്ദേഹത്തിന് അത് ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കി, അപ്പോഴാണ് നമുക്ക് അയാളിൽ വിശ്വസിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇയാൾക്കിത് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ വിശ്വസിച്ച് ആ ജോലി ഏൽപ്പിക്കത്തുള്ളൂ. അതേപോലെ ഈ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്, ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു വിശ്വാസം വരുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പേടിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യം പോയി ചെയ്യുക, എന്നാൽ മാത്രമേ ആ പേടി മാറുള്ളൂ എന്നുള്ളത്, അല്ലേ? എക്സാമ്പിൾ, സ്വിമ്മിങ് പേടിയാണെങ്കിൽ നീന്തി പഠിക്കുക, ഡ്രൈവിങ് പേടിയാണെങ്കിൽ അത് ചെയ്തു തന്നെ ആ പേടി മാറ്റുക. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് തീരെ സമ്മതിക്കുന്നില്ല. അതായത് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എവിടേക്കോ മൈൻഡ് ഒന്ന് സെറ്റ് ആവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ 100% ഡെഡിക്കേഷനോടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് സക്സസ്സിലേക്ക് എത്തും എന്നുള്ളത്. പക്ഷേ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരാനും ആക്ഷൻ എടുക്കാനും ഒക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡി ആവേണ്ടതുണ്ട് ആദ്യം. എപ്പോഴും നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ കുറവുകളിലേക്കൊക്കെ മാത്രം നോക്കിക്കാണുന്ന രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അതിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് മാറ്റി ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആദ്യം. അതിനുശേഷമാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ തോന്നുന്നത് തന്നെ. ഞാനും ഇതേ ഒരു സിറ്റുവേഷനിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. അതായത് ഓൾറെഡി ഒരു MNCയിൽ പ്ലേസ്ഡ് ആയ ആളാണ് ഞാൻ. പക്ഷേ അത് പോയി അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് പേടിയാണ്, എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കേസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. പ്രാക്ടീസ് ചെയ്ത് ആ ഫിയർ മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ആ ഫസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് പോലും എനിക്കില്ലായിരുന്നു. അതുപോലെ പല പല കാര്യങ്ങളിലും പല ആക്ഷൻസ് എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ മാറി വന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സിലൂടെ പോയപ്പോൾ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവട്ടെ, എല്ലാം പെർഫെക്റ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എന്താണോ ആ ആക്ഷൻസ് എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ പോയപ്പോഴത്തേക്കും ഞാൻ എന്നിലേക്ക് നോക്കുകയും എൻ്റെ ഒരുപാട് കഴിവുകൾ ഞാൻ തിരിച്ചറിയുകയും എന്നിൽ എനിക്കുള്ള വിശ്വാസം കൂടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ പലരെ നോക്കിയിട്ട് അവർക്കതൊക്കെ പറ്റിയല്ലേ എന്ന് പറയുന്ന അതേ കാര്യം എന്നെക്കൊണ്ടും പറ്റും എന്നെനിക്ക് മനസ്സിലാവുകയും ഞാൻ ഒരുപാട് പ്ലാനൊക്കെ ആക്കി വെച്ച പല കാര്യങ്ങളിലും ഞാൻ ആക്ഷൻ എടുത്ത് തുടങ്ങുകയും ചെയ്തു. ഈ കാര്യം വളരെ ശരിയാണ്. ഏതൊരു കാര്യവും മനസ്സിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ആക്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. മൈൻഡ് സെറ്റ് റെഡിയായി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് ഗൈഡൻസ്, പ്ലാനുകളായിട്ട് മൈൻഡ് ഇങ്ങനെ തരാൻ തുടങ്ങും. ഓക്കെ, ഈ കാര്യത്തിൽ ഇന്ന ആക്ഷൻ ഒന്ന് എടുത്തു നോക്കൂ, ഈ കാര്യത്തിൽ ഇന്ന ആക്ഷൻ ഒന്ന് എടുത്തു നോക്കൂ. അപ്പോൾ അതിനെ വിശ്വസിച്ച് നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.